ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു കോർപ്പറേഷൻ പരിധിയിലുള്ള ഒരു വീട് പരിചയപ്പെടുത്താനാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ട്രിവാൻഡ്രം വട്ടിയൂർക്കാവ് നെട്ടയത്തിൻ്റെ അവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ മാറി വരുന്ന ഒരു വീടിൻ്റെ വിശേഷമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ഒരു ബ്യൂട്ടിഫുൾ വീടിൻ്റെ വിശേഷമാണ് അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ വട്ടിയൂർക്കാവ് നെട്ടയത്തിൻ്റെ അവിടെ നിന്ന് 1.5 കിലോമീറ്ററാണ്. അപ്പോൾ കോർപ്പറേഷൻ പരിധിയിൽ വീട് ആഗ്രഹിക്കുന്ന പലരും നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ബെറ്റർ ഓപ്ഷനാണ് ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ അടുത്തായിട്ട് തന്നെ നമുക്ക് ഒരു 2.5 കിലോമീറ്റർ മാറിയിട്ട് ഗവൺമെൻറ് ഓഫീസുകളുണ്ട്. ഒരു 700 മീറ്റർ മാറി സ്കൂളൊക്കെ ഉണ്ട്. അപ്പം എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു മനോഹരമായിട്ടൊരു വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ വീട് വരുന്നത് 3,600 സെൻറ്റിലാണ്, 1,600 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണിയേപ്പിച്ചിട്ടുള്ളത്. 3 BHK ആണ്. നമുക്ക് ഒരു ബെഡ്റൂം താഴെയും ഒരു 2 ബെഡ്റൂം മുകളിലുമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ വരുന്നത്. അപ്പോൾ നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു സ്ലൈഡിങ് ഗേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ലൈഡിങ് ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ ഒരു കാർ പൗച്ചും ഇവിടെ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ കാർ പൗച്ചായിട്ട് നമുക്ക് മുകളിൽ റൂഫ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ നമുക്ക് കോൺടാക്ട് ചെയ്യുമ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കുന്നതാണ്. നമുക്ക് കാർ പൗച്ചിൻ്റെ ഇവിടെ നിന്ന് ഈ സൈഡിൽ നിന്ന് ഒരു സ്റ്റെപ്പ് കയറിയിട്ടാണ് നമുക്ക് വീടിൻ്റെ എൻട്രൻസിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ തറയൊക്കെ നമുക്ക് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഫ്രണ്ടിലോട്ട് കയറി വരുമ്പോഴത്തേക്ക് ഒരു വ്യൂ വരുന്നത്. ഈ വീടിന് നമുക്ക് പൈപ്പ് കണക്ഷനാണ്. നമുക്ക് 24 മണിക്കൂറും പൈപ്പും കറണ്ടൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു പ്ലേസാണ് വരുന്നത്. അപ്പോൾ നമുക്ക് വെള്ളത്തിനോ അങ്ങനെ കറണ്ടിനോ ഒന്നും അത്ര ബുദ്ധിമുട്ടൊന്നും കാണത്തില്ല. പൈപ്പ് കണക്ഷനാണ് നമുക്ക് ഈ വീടിന് വരുന്നത്. പിന്നെ നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ട് നമുക്ക് ഈ സിറ്റൗട്ട് വരുന്നത് 12x4 ഡയമെൻഷനിലാണ് ഈ ഒരു സിറ്റൗട്ട് വരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പത്തിന് ഉള്ളൊരു സിറ്റൗട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഫ്രണ്ടിലായിട്ട് തന്നെ കുറേ സ്പോട്ട് ലൈറ്റൊക്കെ കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്ലാഡിങ് ഡെയിലാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിൽ വരുന്നത്. അപ്പോൾ നമുക്ക് സിറ്റൗട്ട് ചെയ്ത് നമുക്ക് ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് മെയിൻ എൻട്രൻസിലൊരു ഡോറുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഫ്രണ്ട് ഡോറിൻ്റെ ഫ്രെയിം ഫുള്ള് നമുക്ക് തേക്കിലാണ് വരുന്നത്. ഫ്രണ്ട് ഡോറും അതുപോലെ തന്നെ വിൻഡോ നമുക്ക് ജനലും വരുന്നത് അതിൻ്റെ ഫുള്ള് ഫ്രെയിം തേക്കാണ് വരുന്നത്. ബാക്കി ആഞ്ഞിലിയാണ് വരുന്നത്. ഇവിടെ മാത്രമല്ല നമ്മുടെ മുകളിൽ ആയാലും നമുക്ക് ഈ വീടിന് മൊത്തത്തിൽ ആ ഒരു തീമിലാണ് ചെയ്തിട്ടുള്ളത്. കയറി വരുമ്പോൾ നല്ലൊരു മനോഹരമായ ഒരു എൻട്രൻസ് ഡോർ നമുക്ക് കാണാൻ പറ്റും. തേക്കിലാണ് ഇത്, തേക്കും ആഞ്ഞിലിയും യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തോട്ട് കയറാം. അപ്പോൾ നമ്മൾ വീടിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ നമുക്ക് ലിവിങ് ഏരിയയാണ് നമുക്ക് നേരെ വരുന്നത്. നമുക്ക് വെർട്ടിഫൈഡ് ടൈലാണ് നമുക്ക് ഈ വീടിലെ മൊത്തത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് വീടിൻ്റെ അകത്തോട്ട് കയറി വരുമ്പോൾ കാണുന്ന ലിവിങ് ഏരിയ. ഈ വീടിൻ്റെ ഫിറ്റിങ്സ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ഹിൻഡ് വെയർ യൂസ് ചെയ്തിട്ടാണ് വീടിൻ്റെ ഫിറ്റിങ്സ് എല്ലാം വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ലിവിങ് ഏരിയ നമുക്ക് 18x12 ഡയമെൻഷനിലുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മുകളിൽ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള സീലിംഗ് വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ചെറുതായിട്ടൊരു സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ വീടിൻ്റെ ലിവിങ് ഏരിയ വരുന്നത്. നമുക്ക് ഇവിടെ ആയിട്ടൊരു TV യൂണിറ്റ് കാണാം. നമുക്ക് ബോർഡ് വർക്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു TV യൂണിറ്റാണ് വരുന്നത്. ഒരു ബ്രൗൺ കളർ കൊടുത്തിട്ടുള്ള ഒരു നല്ലൊരു എടുപ്പുണ്ട്. നമുക്ക് വലിയ TV ഒക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നല്ലൊരു സ്പേസും അത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയ നോക്കാം. നമുക്ക് ഈ ഒരു ഭാഗത്താണ് ഡൈനിങ്. ഒരു പാർട്ടീഷനായിട്ട് നമുക്കിവിടെ ഒരു ബോർഡ് വർക്ക് ചെയ്ത് അലുമിനിയം ബോർഡ് വർക്കും കൂടെ മിക്സ് ചെയ്ത് ഒരു പാർട്ടീഷനും ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതാണ് ലിവിങ് ഏരിയ. ഈ ഒരു സൈഡിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ലിവിങ് ഏരിയയുടെ വ്യൂ നമുക്ക് അവിടെ നിന്നാണ് എൻട്രൻസ്, നമുക്ക് അവിടെ നിന്നാണ് കയറി വരുന്നത്. അപ്പോൾ ഇതാണ് ലിവിങ് ഏരിയയുടെ ഈ സൈഡിൽ നിന്നുള്ള വ്യൂ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് ഇതാണ് ഡൈനിങ് ഏരിയ. ഈ ഒരു ഭാഗത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ ഡൈനിങ് ഏരിയയിലോട്ട് നമുക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് 16x10 ഡയമെൻഷനിലാണ് ഈ ഒരു ഡൈനിങ് ഏരിയ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡൈനിങ് ഏരിയ നമുക്ക് വരുന്നത്. ഡൈനിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു വാഷ് ബേസിൻ കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. മിററും ബാക്കി കബോർഡ് വർക്കും എല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു ബോർഡ് വർക്കിൽ തന്നെ കുറച്ച് സ്പേസ് നമുക്ക് ഇവിടെ കബോർഡ് വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നത്. നമുക്ക് ഡൈനിങ് ഏരിയയിൽ നിന്ന് നമുക്ക് നോക്കിയാൽ പുറത്തോട്ട് ഈ ഒരു വ്യൂ ആണ് വരുന്നത്. ഓക്കെ, അതാണ് ലിവിങ് ഏരിയ. നമുക്ക് ഇത് തൊട്ടിപ്പുറത്ത് ഡൈനിങ് ഏരിയ വരും. ഓക്കെ, ഇനി നമുക്ക് ഈ വീടിൻ്റെ കിച്ചൺ വർക്കൊക്കെ നമുക്ക് ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് ഈ ഒരു സൈഡിൽ കൂടെയാണ് നമുക്ക് കിച്ചണിലോട്ട് പോകുന്നത്. കിച്ചണിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു കിച്ചൺ വരുന്നത് 12x10 ഡയമെൻഷനിൽ കംപ്ലീറ്റ് ആയിട്ടുള്ളതാണ്. 12x10 ഡയമെൻഷനിലാണ്
ഈ ഒരു കിച്ചൺ നമുക്കിവിടെ വരുന്നത്. കിച്ചണിൽ നമുക്ക് യൂസ് ചെയ്തിരിക്കുന്നത് താഴെ നമുക്ക് മൾട്ടിവുഡും മുകളിൽ ബോർഡ് വർക്കുമാണ് നമുക്കിവിടെ വരുന്നത്. ആവശ്യത്തിന് നമുക്ക് നല്ല സ്പേസിൽ കുറേ കബോർഡ്സ് നമുക്കിവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും ധാരാളം സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും കീപ്പ് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് മുകളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നല്ല വൃത്തിക്കാതിരിക്കും, നമുക്ക് അതിൻ്റെ അകത്ത് കീപ്പ് ചെയ്ത് വെച്ചിരുന്നത്. അതുകൊണ്ട് നല്ല ബോർഡ് വർക്ക് കൊടുത്തിട്ടുള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ താഴെ കൊടുത്തേക്കുന്നത് മൾട്ടിവുഡിൽ നമുക്ക് ലാമിനേറ്റ് ചെയ്തതാണ് ഈ താഴെ വരുന്നത്. പിന്നെ ഇവിടെ ആയിട്ടാണ് നമുക്കൊരു വാഷ് ബേസിൻ കൗണ്ടർ വരുന്നത്. പിന്നെ നമുക്ക് പ്ലഗ് പോയിൻ്റൊക്കെ നമുക്ക് പല സ്ഥലത്തുകളായിട്ട് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2-3 ഭാഗത്ത് പ്ലഗ് പോയിൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കിച്ചൺ ഇവിടെ നിന്നാണ് ഇങ്ങനെയാണ് വരുന്നത്. ഇനി അപ്പോൾ നമുക്ക് താഴെ വരുന്നത് ഒരു ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. നമ്മുടെ ലിവിങ് ഏരിയയുടെ അവിടെ നിന്ന് TV യൂണിറ്റിൻ്റെ സൈഡിൽ കൂടെയുള്ള ഈ ഒരു ഭാഗത്തോടെയാണ് നമുക്ക് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. 12x10 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ്. ഇതാണ് നമുക്ക് ബെഡ്റൂം വരുന്നത്. നമുക്ക് ഇവിടെ ആയിട്ട് ഒരു വാൾഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാൾഡ്രോബ്സ് വന്നിട്ട് നമുക്ക് മൂവിങ് ടൈപ്പാണ്. നമുക്ക് എങ്ങോട്ട് വേണോ മാറ്റി വയ്ക്കാൻ പറ്റും. ഫിറ്റ് ചെയ്തതല്ല, നമുക്ക് ബാക്കിലൂടെ നമുക്ക് എങ്ങനെ വേണോ മാറ്റി വയ്ക്കുന്ന ടൈപ്പിലുള്ള ഒരു വാൾഡ്രോബ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും നമുക്ക് ബോർഡ് വർക്കായിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റത്തെ ബെഡ്റൂമിൻ്റെ നമുക്ക് ബാത്റൂം കൂടെ നോക്കാം. നമുക്ക് ഈ ഒരു ഭാഗത്താണ് നമുക്ക് വരുന്നത്. ഇതിൻ്റെ ഡോറ് PVC ഡോറാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ബാക്കി എല്ലാ ഫിറ്റിങ്സും യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹിൻഡ് വെയർ ബ്രാൻഡാണ് നമുക്ക് ഇവിടെ എല്ലാത്തിലും യൂസ് ചെയ്തിട്ടുള്ളത്. വാഷ് ബേസിന് ബാക്കി എല്ലാം നമുക്കിവിടെ വരുന്ന ഫിറ്റിങ്സ് എല്ലാം തന്നെ ഹിൻഡ് വെയറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ നമുക്ക് ഗ്രിപ്പിംഗ് ടൈൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ വിശേഷം വരുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകുന്നത് നമുക്ക് ഈ കാണുന്ന നമ്മുടെ ഡൈനിങ് ഏരിയയുടെ സൈഡിൽ നിന്നുള്ള എൻട്രൻസ് വഴിയാണ്. അപ്പോൾ ഈ ഒരു വഴിയാണ് നമുക്ക് മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കയറി പോകുമ്പോഴത്തേക്ക് ഈ സൈഡായിട്ട് നമുക്ക് ഹാൻഡിൽസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ മുകളിൽ നമുക്ക് ഫസ്റ്റ് ഫ്ലോർ വരുന്നത്. ഇവിടുത്തെ ലിവിങ് ഏരിയ ഈ ഒരു ഇതാണ് വരുന്നത്. ഇത് 14x12 ഡയമെൻഷനിലുള്ള ഒരു ലിവിങ് ഏരിയ ആണ്. നമ്മൾ താഴെ നിന്ന് കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് കയറിയാണ് നമ്മൾ വന്നത്. താഴേന്ന് ഇങ്ങനെ സ്റ്റെപ്പ് കയറിയാണ് നമ്മൾ വന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ 14x12 ഡയമെൻഷനിലുള്ള ലിവിങ് ഏരിയ വരുന്നത്. പിന്നെ നമുക്കിവിടെ ഈ 2 ബെഡ്റൂമുണ്ട്. അത് നമുക്ക് ഈ 2 ഭാഗത്തായിട്ടാണ് 2 ബെഡ്റൂം വരുന്നത്. ഇവിടെയും നമുക്ക് ഈ ഒരു ഭാഗത്ത് 2 ഭാഗത്തായിട്ടാണ് നമുക്ക് 2 ബെഡ്റൂം വരുന്നത്. അതിൽ നമുക്ക് ആദ്യം ഈ ഒരു ബെഡ്റൂം കാണാം. ഇത് 18x12 ഡയമെൻഷനുള്ള കുറച്ച് വലിയ ബെഡ്റൂമാണ്. സൈസ് കുറച്ചും കൂടെ വലിയ സൈസാണ്. 18x12 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണുന്നത്. നമുക്കിവിടെ ആയിട്ട് ഒരു വിൻഡോ, പുറത്തോട്ടുള്ള രീതിക്കുള്ള വിൻഡോ ഉണ്ട്. ആ ഒരു സൈഡിലും വിൻഡോ ഉണ്ട്. നമുക്ക് ഇവിടെ നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ വാൾഡ്രോബ്സ് മൂവ് ചെയ്യാൻ കണക്കിനുള്ള ടൈപ്പ് ഒരു വാൾഡ്രോബ്സ് തന്നെയാണ്. മെറ്റീരിയൽ സെയിം തന്നെയാണ്. നല്ലൊരു മിററും കൊടുത്തിട്ടുണ്ട്. മൂവിങ് ടൈപ്പാണ്, നമുക്ക് ഫിറ്റ് ചെയ്തിട്ടുള്ളതല്ല. കണ്ടോ, നമുക്കതുകൊണ്ട് അവിടെ വേണം മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഫിറ്റിങ് ടൈപ്പല്ല. ഇനി നമുക്കിവിടുത്തെ ബാത്റൂം കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബാത്റൂം വരുന്നത്. നമ്മൾ നേരത്തെ താഴെ കണ്ട അതേ ടൈപ്പാണ് നമുക്കിവിടെ ചെയ്തിട്ടുള്ളത്. ഹിൻഡ് വെയർ തന്നെയാണ് ബ്രാൻഡ് ഫിറ്റിങ്സ് ആയിട്ട് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ താഴെ ടൈൽ നമുക്ക് ഗ്രിപ്പിംഗ് ടൈപ്പാണ്. ഇവിടെ ഒരു മിറർ വർക്കും വാഷ് ബേസിൻ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ വിശേഷം. ഇനി നമുക്ക് ഇവിടുത്തെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂം നോക്കാം. നമുക്ക് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ഈ ഒരു ബെഡ്റൂം വന്നിട്ട് നമുക്ക് 12x10 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ്. ഓക്കെ, ഇവിടെ ആയിട്ട് വാൾഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട്. അത് സെയിം മറ്റേ മെറ്റീരിയൽ തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ട അതേ മെറ്റീരിയൽ ടൈപ്പാണ് ഇവിടെ വാൾഡ്രോബ്സ് വരുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് PVC ഡോറ് കൊടുത്തിട്ടുണ്ട്. സെയിം നമ്മൾ താഴെ കണ്ട അതേ ടൈപ്പ് തന്നെയാണ്. ഹിൻഡ് വെയറിൻ്റെ തന്നെയാണ് പ്രോഡക്റ്റ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ടൈല് നമുക്ക് വീട്ടിലുള്ള വാൾ ടൈലൊക്കെ നല്ല കുറച്ചും കൂടെ ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആയിട്ട് ഒരു മിററും നമുക്ക് ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഈ വീടിൻ്റെ
2 ബെഡ്റൂമിൻ്റെ വിശേഷം വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമിൻ്റെ വിശേഷം വരുന്നത്. നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനുള്ള സ്പേസ് നമുക്ക് ലിവിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് മുകളിലോട്ട് സ്റ്റെപ്പ് കയറി നമുക്ക് മുകളിൽ ടെറസിലോട്ട് പോകാനുള്ള എൻട്രൻസ് ഈ ഒരു ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ബാൽക്കണിയും കൂടെ കാണാം. ലിവിങ് ഏരിയയുടെ ഈ ഒരു സൈഡിലാണ് ബാൽക്കണി വരുന്നത്. 16x12 ഡയമെൻഷനിലുള്ള ഒരു ബാൽക്കണിയാണ് കൊടുത്തിട്ടുള്ളത്. മുകളിലൊക്കെ ഒരു സ്പോട്ട് ലൈറ്റ് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബാൽക്കണി വരുന്നത്. 16x12 ഡയമെൻഷനിലാണ് ഈ ഒരു ബാൽക്കണി വരുന്നത്. നമ്മൾ നേരത്തെ താഴെ കാണുന്ന പോലെ ഇവിടുന്ന് റോഡ് ഈ ഒരു റോഡാണ് വരുന്നത്. അവിടെ നിന്ന് നമുക്ക് ഈ നല്ല വ്യൂവും നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു വീടിൻ്റെ മെയിനായിട്ടുള്ള വിശേഷം വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ വീടിൻ്റെ പ്രൈസാണ് അറിയേണ്ടത്. അപ്പോൾ നമുക്ക് ഈ വീടിന് 58 ലക്ഷമാണ് നമുക്ക് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് താല്പര്യമുണ്ടെങ്കിൽ വരിക. നിങ്ങൾക്ക് നെഗോഷ്യബിൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് വീട് കണ്ടിട്ട് സംസാരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ലോണിനാണ് ഈ വീട് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ലോണൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. നിങ്ങളുടെ സിബിലും നിങ്ങളുടെ ബാക്കി ജോലിയുടെ ഡീറ്റെയിൽസൊക്കെ നോക്കിയിട്ട് നമ്മൾ ലോൺ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വീട് വാങ്ങിക്കാനോ അല്ലെങ്കിൽ നോക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് അവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ബഡ്ജറ്റിനുള്ള വേറെ വീട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഏത് ബഡ്ജറ്റിലുള്ളതായാലും നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ ആ വീട് നിങ്ങൾക്ക് സൂട്ടായിട്ടുള്ള വീട് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വന്ന് കാണണമെങ്കിൽ വന്ന് കാണാം, വന്ന് കണ്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നോക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കടന്നു വരാം. എല്ലാവർക്കും നന്ദി.